ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിനുള്ള ഉത്തരം ഇതാ. ഭീമാകാരന്മാരായ ഡൈനോസറുകൾ അപ്രത്യക്ഷമായതിനെ കുറിച്ച് പലരും കേട്ടിരിക്കും. ക്രിട്ടേഷ്യസ് മഹായുദ്ധത്തിന്റെ അന്ത്യഘട്ടത്തിൽ, അതായത് ഉദ്ദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നത്. പക്ഷേ ഡൈനോസറുകൾക്ക് മാത്രമല്ല വംശനാശം ഉണ്ടായത്. അക്കാലത്തുണ്ടായിരുന്ന മറ്റു പല പ്രധാന ജന്തുവർഗങ്ങൾക്കും ഇതേ ഗതി തന്നെയാണ് ഉണ്ടായത്. ഭൂവിജ്ഞാനിയരുടെ ഭാഷയിൽ പറയുമ്പോഴാണ് ഇത് പൊടുന്നനവേ ഉണ്ടായ വംശനാശമാകുന്നത്. വാസ്തവത്തിൽ വൻതോതിലുണ്ടായ ഈ വംശനാശങ്ങൾക്ക് അനേക ലക്ഷം വർഷമെടുത്തു. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ സസ്തനികൾ ഡൈനോസറുകളുടെ മുട്ടകളെല്ലാം തിന്നതിനാലാണെന്ന് ബാലിശമായ വാദം മുതൽ ഡൈനോസർ വർഗങ്ങൾക്ക് വാർദ്ധക്യം വന്നതിനാലാണെന്ന ശാസ്ത്രീയമായ വാദം വരെ പെടും. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതേപോലെ വൻതോതിൽ വംശനാശങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഓർമ്മിക്കണം. ഇവർക്ക് പൂർണ്ണമായൊരു വിശദീകരണം ഇനി ലഭ്യമല്ല. ഡൈനോസറുകളെ സംബന്ധിച്ചിടത്തോളം 1980 കാലിഫോർണിയയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായ ലൂയി അൽവാരസ് ആകർഷമായൊരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ സിദ്ധാന്ത പ്രകാരം ക്രിട്ടീഷ്യസിന്റെ അവസാന ഘട്ടത്തിൽ വലിയൊരു ആസ്റ്ററോയിഡ്, അതായത് ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ വന്നു വീണു. ഇതിന്റെ ഫലമായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ വ്യാപകമായി ഉണ്ടാവുകയും അന്തരീക്ഷമാകെ പൊടിപടലം കൊണ്ട് നിറയുകയും ചെയ്തു. പകൽ സമയം ചന്ദ്രനില്ലാത്ത രാത്രി പോലെയായി. ഈ അവസ്ഥ അനേക മാസങ്ങൾ തുടർന്നു. അതിന്റെ ഫലമായി പ്രകാശ സംശ്ലേഷണം നടക്കാതെയായ അതോടെ ഭക്ഷ്യശൃംഖലകൾ മുറിഞ്ഞു. അങ്ങനെ വൻതോതിൽ വംശനാശങ്ങൾ ഉണ്ടായി. ഇതിനുള്ള തെളിവുകളുള്ളതായി അവകാശപ്പെടുന്നുണ്ട്. ഭൂമിയിൽ വളരെ ദുർബലമായ മൂലകമാണ് ഇറേഡിയം. അതേസമയം ഉൽക്കകളിൽ ഇതിന്റെ തോത് കൂടുതലാണ്. പല സ്ഥലത്തും ക്രിട്ടീഷ്യസിന്റെയും അതിനെ തുടർന്നുള്ള ടേർഷ്യറി മഹായുഗത്തിന്റെയും അതിർത്തിയിൽ ഇറീഡിയം അടങ്ങിയ പാളി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒറ്റയടിക്ക് അടിഞ്ഞുകൂടിയതാണോ അതോ 10,000 മുതൽ 1,00,000 വരെയുള്ള കാലയളവിൽ ഉണ്ടായതാണോ എന്ന് സംശയിക്കുന്നു ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഭൗമാതീത പ്രതിഭാസങ്ങളിൽ ആകൃഷ്ടരാകുക എന്നത് മനുഷ്യ സഹജം മാത്രമാണ്. എന്നാൽ അസാധാരണമായ ആഗ്നേയ പ്രവർത്തനങ്ങൾ മൂലമാണ് ഡൈനോസറുകളുടെയും മറ്റും അപ്രതീക്ഷിതമായത് എന്ന സിദ്ധാന്തവും കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ കാതലായ ഭാഗം നമ്മുടെ രാജ്യത്തെ സവിശേഷമായ ഒരു ഭൂവിജ്ഞാനീയ പ്രതിഭാസമാണിത്. തെക്കേ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഡെക്കാൻ പീഠഭൂമിയാണല്ലോ. അനേകായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ ലാവ കട്ടയായത് മൂലമാണിത്. ഭൂവിജ്ഞാനിയർ ഈ ആഗ്നേയ പാറകളെ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. ഡച്ച് ഭാഷയിലെ പടികൾ എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നുമാണ് ട്രാപ്പ് എന്ന പേര് വന്നത്. ക്രിട്ടീഷ്യസ് യുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെയാണ് ഡെക്കാൻ ട്രാപ്പുകൾ ഉണ്ടായ ആഗ്നേയ പ്രവർത്തനങ്ങളും നടന്നത്. അക്കാലത്ത് ഇന്ത്യ ഉപഭൂഖണ്ഡം ഒരു താപബിന്ദുവിന്റെ മുകളിലൂടെ കടന്നു പോകുകയായിരുന്നു. ഈ ആഗ്നേയ പ്രവർത്തനങ്ങൾ ഇടവിട്ട് ഏതാണ്ട് 1,00,000 വർഷത്തോളം നടന്നു. ഇതുകൊണ്ടും ആഗോളതലത്തിൽ ഇടവിട്ട ശീതീകരണവും താപനിലയിൽ ഉയർച്ചയും ഉണ്ടാകും. ലാവയിലും ഇറീഡിയം ഉണ്ടായിരിക്കും. മാത്രമല്ല അൽവാരസും കൂട്ടരും ഇറീഡിയം കണ്ടെത്തിയ ചെളിയുടെ നിരയിൽ ആഗ്നേയ ചാരവും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഡൈനോസറുകൾ അപ്രതീക്ഷിതമായത് എന്തുകൊണ്ട് എന്നതിന് വ്യക്തമായ ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല.